ഒരുപാട് മിസ് ചെയ്ത ഒരു മമ്മൂട്ടി ഉണ്ട്. അതായത് അത് കറക്റ്റ് ഒരു ടൈം ഒരു സിനിമ പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് ആണ് ഞാൻ പറയുക. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം എനിക്കൊരു പ്ലസൻ മമ്മൂട്ടിനെ കാണാനുള്ള ഒരു കൊതി കൊണ്ടാണ്. അതിലുള്ള മമ്മൂക്കാനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലുള്ള മമ്മൂക്ക ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. അതിലുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസ് ബ്ലിസ്സാണ്. എന്താ പറയുക, അപ്പം അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, അത് കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പ് ക്ലാസ് ബുക്കിലോട്ട്, അതായത് ഒരു നമ്പർ 1 പൊസിഷനിലോട്ട് ഒരാളും എല്ലാവരും മമ്മൂട്ടിയുടെ ഇമോഷണൽ പെർഫോമൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് കാണാൻ ആഗ്രഹവും ഞാൻ കൺസിഡർ ചെയ്യുന്നത് മമ്മൂക്കാൻ്റെ പ്ലസൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ്. പ്ലസൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇനി പറയാൻ പോണ കാര്യം അധികം പേര് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ പറയാണ്, മമ്മൂക്കയുടെ ഏറ്റവും സ്ട്രോങ് സൈഡ് ഹ്യൂമറായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അത് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, മമ്മൂട്ടിനെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള, യൂട്ടിലൈസ് ചെയ്യാത്തൊരു ഏരിയ ആണ് ഹ്യൂമർ എന്നുള്ളത്. വളരെ ചുരുക്ക സിനിമകളിൽ മാത്രമേ മമ്മൂക്കയുടെ ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ആ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ നമുക്ക് എന്താ പറയുക, യുവർ ചൈൽഡ്ഹുഡ് ആ സോസ് എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് പരിപാടിയിൽ വെക്കാവുന്ന പരിപാടിയാണ്. എന്താ ആയിക്കോട്ടെ, തുറുപ്പുകലൻ എനിക്കിപ്പോഴും ഫേവററ്റ് ആണ്. പ്രാഞ്ചിയേട്ടൻ എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആണ്. കളിക്കളം എനിക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. അർത്ഥത്തിൽ ഓപ്പണിംഗ് സീക്വൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അധികം പറഞ്ഞ് നടക്കാൻ മമ്മൂക്കാട് അങ്ങനെ കോമഡി പെർഫോമൻസ്, അത്ര ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവം അവിടെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പറഞ്ഞു വരുന്നത്, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എല്ലാം പറഞ്ഞു വരുന്നത് ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിലെ മമ്മൂക്കാട് ആ ഒരു പ്ലസന്റ് കൈൻഡ് ഓഫ് പരിപാടിയിലോട്ടാണ്. അതായത് മമ്മൂട്ടിന്ന് ഭയങ്കര ഡ്രൈ ഔട്ട് ആയി പോയിട്ടുള്ള, ഭയങ്കര ഒട്ടും മമ്മൂട്ടിനെ ഉപയോഗിക്കപ്പെടാത്ത ഒരു പരിപാടിയാണ് ഈ ഹ്യൂമർ സൈഡ്, ഒരു പ്ലസന്റ് കൈൻഡ് ഓഫ് പരിപാടി. അപ്പൊ ഈ ഒരു മൂവിയിൽ ഒരു പ്ലസന്റ് മമ്മൂട്ടീനെ, ഒരു മമ്മൂക്കാന്റെ ഒരു സറ്റിൽ ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പ്രാഞ്ചിയേട്ടനൊക്കെ അതിന്റെ പ്രൈമാണ്, ഒരു എന്താ പറയുക, കോർ എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പ്രാഞ്ചിയേട്ടൻ പോലത്തെ ഒരു പണ്ട് ഉണ്ടാവുമെന്നും പോലും അറിയത്തില്ല. അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്, അതിലെ ഹ്യൂമർ സൈഡൊക്കെ എന്താണ് ത്രൂട്ട്, അതിൽ ഇമോഷൻ വർക്കൗട്ട് ചെയ്തേക്കണേ എങ്ങനെയാണ്. ഞാൻ പോസിബിളി റീവിസിറ്റ് ചെയ്യുമ്പം ചില പോർഷൻ ഞാൻ കരഞ്ഞിട്ടുള്ള പോർഷൻസ് ഉണ്ട് പ്രാഞ്ചിയേട്ടനിൽ. ഏതൊരു ബിറ്റ് എടുത്ത് നോക്കിയാലും ചിരിക്കാൻ, എപ്പോൾ വേണമെങ്കിലും ചിരിക്കാൻ എന്നുള്ള ഒരു പരിപാടിയിലുള്ള സാധനമുണ്ട് അതിൽ. ഓവർ ലൗഡല്ല, സട്ടിലാണ്. നമുക്ക് അതാണ് വേണ്ടതും. മമ്മൂട്ടിയുടെ, ഞാൻ പറഞ്ഞല്ലോ, മമ്മൂട്ടിയുടെ ഏറ്റവും സ്ട്രോങ് സൈഡ് പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഹ്യൂമറാണ്. അണ്ടർ യൂട്ടിലൈസ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരാൻ കാരണം. അത് എൻ്റെ സൈക്കോളജി വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. അതൊക്കെ കൊണ്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഭയങ്കര പ്രൈം സ്പേസിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പേഴ്സണലി. അതാണ് എനിക്ക് ആ സിനിമയിലുള്ള എക്സ്പെക്റ്റേഷൻ. ഈ മമ്മൂട്ടി കമ്പനി അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ഇതിൽ ഇൻവോൾവ് ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മമ്മൂക്ക അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതായത് മമ്മൂക്ക പല സ്പേസിലും പല ഇൻ്റർവ്യൂസിലോ പല സംസാരങ്ങളിലോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പുള്ളിക്ക് കോമഡി റോൾസ് കിട്ടുന്നില്ല. മമ്മൂക്കിക്ക് കോമഡി റോൾസ് കൊടുക്ക്, ആരെങ്കിലും ഒക്കെ കൊടുക്ക്. എനിക്ക് ആഗ്രഹമുണ്ട് മമ്മൂക്കാനെ വെച്ചിട്ട് കോമഡി സിനിമ ചെയ്യണമെന്ന്. ഒരു സട്ടിൽ, ഒരു സിമ്പിൾ, ഒരു ക്യൂട്ട്, ഒരു അങ്ങനത്തെ ഒരു പരിപാടിയിൽ മമ്മൂക്കാനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര കണ്ടാലും മടുക്കില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ് വരുന്നുണ്ട്. അതുപോലത്തെ സട്ടിൽ കോമഡി ഹ്യൂമർ സൈഡ് മമ്മൂക്കാനെ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഇനി ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വാസമില്ലെങ്കിൽ കൂടിയിട്ട്. അപ്പൊ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ്സിലൂടെ ഒരു നല്ല സിനിമ കണ്ട്, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ഏരിയ പിടിച്ചിട്ടുള്ള ഒരു അൺഎക്സ്പ്ലോർഡ് മമ്മൂട്ടീനെ കണ്ട് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇനിയും അതുപോലത്തെ പ്ലസൻറ്റ്, സിമ്പിൾ, സട്ടിൽ ഹ്യൂമർ മമ്മൂട്ടീനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ കിട്ടും തന്നെയാണ് ആഗ്രഹം. കിട്ടും.